കുറിച്ച് സ്വാഗത പ്രസംഗത്തിലും ഒക്കെ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പടനിലത്തിൻ്റെ ഈ ഒരു പുണ്യഭൂമിയിൽ നമുക്ക് ഓരോ വർഷത്തിലും നിരവധിയായ ഉത്സവങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. അത് വൃശ്ചിക മഹോത്സവമായിരുന്നാലും ശിവരാത്രി മഹോത്സവമായിരുന്നാലും ക്ഷേത്രത്തിലെ മറ്റ് സപ്താഹ ചടങ്ങുകൾ, ഇങ്ങനെയുള്ള ഒട്ടനവധി ആചാര ചടങ്ങുകളോടുകൂടിയുള്ള ഉത്സവങ്ങളാണ് ഈ പുണ്യഭൂമിയിൽ നടത്തപ്പെട്ടു വരുന്നത്. ഒരു പക്ഷേങ്കിൽ 12 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു വിഷമം, കാരണം ഈ 12 ദിവസം നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും നമുക്ക് 12 ദിവസം കഴിയുമ്പോൾ അതിനൊരു വിഷമത്തിലേക്ക് നീങ്ങുന്ന രീതിയിലേക്കാണ് ഇത് 13ാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം അത്രമാത്രം സന്തോഷവും ആവേശത്തോടും കൂടിയാണ് നമ്മുടെ പടനിലവാസികൾ ഈ ഓരോ ഉത്സവങ്ങളെയും ഇവിടെ നടത്തപ്പെടുന്നത്. ഇപ്പൊ ഈ ഏറ്റവും അടുത്ത് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ മാവേലിക്കര സബ് ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു 5 ദിവസത്തോളം നമ്മുടെ പടനിലത്തെ ഒരു ഉത്സവം തന്നെ നടന്നു വരികയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ വൃശ്ചിക മഹോത്സവത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും പടനിലത്തിൻ്റെ ഒരുപാട് ഐതിഹ്യങ്ങളെക്കുറിച്ച് അതേക്കുറിച്ച് പറയുവാൻ എന്നേക്കാൾ യോഗ്യനായ ഒരാൾ വിശ്വൻ സാറാണ് ഈ വേദിയിലുള്ളത് എന്നുള്ളത് കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട വിശ്വൻ സാർ അടക്കം ഇവിടെ സംസാരിക്കും.